മാർച്ചിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, NP രാധാകൃഷ്ണൻ, മറ്റ് ആദരണീയരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കേരളത്തെ ആകെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിലെ യുവതലമുറയെ ആകെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ഒരു തോതിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയ. ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിലും റെഗുലർ കോളേജുകളിലും മാത്രമല്ല, ഇവിടുത്തെ സാധാരണ UP സ്കൂളിന്റെ പഠിക്കൽ പോലും MDMA ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള രാസലഹരികൾ സുലഭം എല്ലാ സമയത്തും ലഭിക്കും. വിദ്യാലയങ്ങൾ സംഘർഷഭരിതമാകുന്നു. കോളേജ് ഹോസ്റ്റലുകളിൽ വ്യാപകമായ തോതിൽ ലഹരി ഉപയോഗിച്ച് സംഘർഷങ്ങളും അതിക്രമങ്ങളും വർദ്ധിക്കുന്നു. ലഹരിയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള കൊലപാതക പരമ്പരകൾ, സ്വന്തം വീട്ടിലടക്കം 4 പേരെയോ 5 പേരെയും കൊല്ലാൻ കഴിയുന്ന തരത്തിൽ ലഹരിയുടെ സ്വാധീനം സമസ്ത മേഖലകളിൽ വർദ്ധിച്ചിരിക്കുക. 4 ആൾ കൂടുന്നിടത്തെല്ലാം യഥേഷ്ടം ലഹരി കച്ചവടം നടക്കുന്നു. തെരുവുകളിലും ഉത്സവപ്പറമ്പിലും വിദ്യാലയങ്ങളിലും സിനിമാ ലൊക്കേഷനുകളിലും അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും മാരകമായിട്ടുള്ള ലഹരി കച്ചവടങ്ങൾ നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. പിടിക്കുന്നതെല്ലാം കരിയർമാരെ മാത്രമാണ്. ഈ MDMA ഉൾപ്പെടെയുള്ള മാരകമായ രാസലഹരികൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ചെറിയ മീനുകളെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. കേരളത്തിൽ ഒരിടത്തും ഇന്നുവരെ രാസലഹരികൾ ഉൾപ്പെടെയുള്ള മാരകമായ ലഹരികൾക്ക് ഹോൾസെയിൽ കച്ചവടം നടത്തുന്ന ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 5 ഗ്രാം 10 ഗ്രാം MDMA കൊണ്ടുപോകുന്ന ആൾക്കാർ, 50 ഗ്രാം കഞ്ചാവ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അവരെ മാത്രമാണ് പിടിക്കുന്നത്. ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനം, പോലീസിലും സർക്കാർ സർവീസിലുമുള്ള വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ളവരാണ് ഇതിന് പിന്നിലുള്ളത്. ഒരർത്ഥത്തിൽ നാടിനെ ആകെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മതഭീകരവാദ ശക്തികളുടെ അടക്കം പിന്തുണ ഈ ലഹരി കച്ചവടത്തിനുണ്ട്. അറസ്റ്റ് ചെയ്യുന്നവരുടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, പലരും നിരോധിതമായിട്ടുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പലരും നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇവരെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല, ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല. പരൽ മീനുകളെ മാത്രം പിടിച്ച് വമ്പൻ സ്രാവുകളെ രക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കുത്തഴിഞ്ഞ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കർശനമായ നടപടികളില്ല. ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായ പ്രോസിക്യൂഷൻ നടപടികളില്ല. ലഹരി കേസിൽ പിടിച്ചാൽ പോലും 1-2 ആഴ്ച ജയിലിൽ കിടന്നവർ രക്ഷപ്പെടും. പിന്നീട് കോടതിയിലെത്തിയാൽ തെളിവുണ്ടാവില്ല. ലഹരി എവിടുന്ന് വന്നു, ആര് കൈവശം വെച്ചു, ആരാണ് വിതരണം ചെയ്യുന്നത്, തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടുന്നു. പോലീസ് സ്റ്റേഷൻ മുതൽ കോടതി മുറികൾ വരെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ സംഘങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അവരെ ഒന്നും തൊടാതെ സർക്കാർ കോടിക്കണക്കിന് രൂപ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട്. വെള്ളത്തിൽ വരച്ച വരകളായിട്ട് മാറുകയാണ്. കർശനമായ നടപടികളില്ല, ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ആർജവമില്ല. ഇതിന് നേതൃത്വം നൽകുന്നവരെ നിയമത്തിന്റെ വലയിൽ കൊണ്ടുവരാനുള്ള താൽപര്യം സർക്കാരിനില്ല. ഇന്ന് ബംഗളൂരു നഗരം പോലെ, മുംബൈ നഗരം പോലെ, കൊച്ചി നഗരവും കോഴിക്കോട്ടും തിരുവനന്തപുരവും എല്ലാം ലഹരി മാഫിയയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ മാത്രം കാണുന്ന തരത്തിലുള്ള
ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിലും മുംബൈയിലുമെല്ലാം കർശനമായ നടപടികൾ ഉണ്ടാവുമ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഉൾപ്പെടെ ഒരു സ്ഥലത്തും ഒരു നടപടിയുമില്ല. ലഹരി പാർട്ടികൾ ഓരോ കൊല്ലവും ന്യൂ ഇയറിനോടനുബന്ധിച്ചും അല്ലാതെയുമെല്ലാം റിപ്പോർട്ട് ചെയ്ത എത്ര സംഭവങ്ങൾ കേരളത്തിൽ തേച്ചുമാറ്റി കളഞ്ഞു. കൊച്ചി നഗരത്തിൽ മാത്രം ഒരു 15 ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ച കേസ് ഈ പിണറായി വിജയന്റെ സർക്കാർ തേച്ചുമാറ്റി കളഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ലഹരി പാർട്ടികൾ നടത്താൻ യഥേഷ്ടം അവർക്ക് സൗകര്യം ലഭിക്കുന്നു. ഈ മുഹമ്മദ് റിയാസ് ടൂറിസം മന്ത്രിയായതിനു ശേഷം ഇവിടുത്തെ റിസോർട്ടുകൾ പലതും കേന്ദ്രീകരിച്ചു ടൂറിസത്തിന് വ്യാപിക്കുന്നു എന്നുള്ളതിന് മറവിൽ ഒരു തരത്തിലുള്ള അന്വേഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടപടികളോ ചർച്ച ഒന്നുമില്ല. ഊണ് പോലെയാണ് ഇവിടെ പലതരത്തിലുള്ള മസാജ് സെന്ററുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു അന്വേഷണവുമില്ല. നഗരം മുഴുവൻ മസാജ് പാർലറുകളുടെ പേരിൽ അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള ലഹരി കച്ചവടം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടൂറിസം വ്യാപിക്കുകയാണെന്നാണ് പറയുന്നത്. ടൂറിസം വ്യാപിപ്പിക്കുന്നതിന്റെ മറവിൽ ലഹരി കച്ചവടം നടക്കുന്നു. ഒരു അന്വേഷണവും നടപടിയുമില്ല. പോലീസിന്റെ സംവിധാനങ്ങൾ തകർന്നിരിക്കാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറാവേണ്ട സമയമാണ്. നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇതിന് മുന്നിട്ടിറങ്ങേണ്ട സമയമാണ്. അതിന് ആവശ്യമായ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നൈറ്റ് മാർച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഔപചാരികമായി ഈ നൈറ്റ് മാർച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. മുഴുവൻ പ്രവർത്തകരും പുറകിലോട്ട് വന്ന് നിൽക്കണം. നമ്മുടെ മാർച്ച് ആരംഭിക്കുകയാണ്. ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ പ്രവർത്തകരും പുറകിലോട്ട്. ഞാൻ അവിടെ പോയില്ല. അല്ല കിട്ടും ഞാൻ വരാം. ഈ ഫ്രണ്ടിനെല്ലാരും അറിയാം. വിവേഷേ മുന്നേ പോയി കയറില്ല. ലൈവ് ഫേസ്ബുക്ക് ലൈവ് പോകുന്നു. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വഴിയെ കടന്നു വരികയാണ്. ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻജിയും സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന
നൈറ്റ് മാർച്ച് ഇതാ ഈ വഴിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വഴിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജിയും സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കൊല്ലും കൊലയും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ പിണറായി വിജയന്റെ 9 വർഷക്കാലത്തെ ദുർഭരണത്തിന്റെ ഫലമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് മാഫിയകൾ കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറിയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളം, പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളം, സാംസ്കാരികമായി ഉന്നതിയിലെത്തിയിട്ടുള്ള ഈ കേരളത്തെ സാമൂഹികമായി തകർത്ത് തരിപ്പണമാക്കി, സാമൂഹികവും സാംസ്കാരികവുമായി കേരളത്തെ ഇല്ലാതാക്കി ഭരിച്ച് കട്ടമുടിച്ച് ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച പിണറായി വിജയന്റെ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ലഹരി മാഫിയകൾക്കെതിരെ നൈറ്റ് മാർച്ച്, കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നൈറ്റ് മാർച്ച് ഇതാ ഈ വഴിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയ ഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ കൊച്ചു കേരളം, പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളം, സാംസ്കാരികമായി ഉന്നതിയിലെത്തിയിട്ടുള്ള ഈ കേരളത്തെ സാമൂഹികമായി തകർത്ത് തരിപ്പണമാക്കി, സാമൂഹികവും സാംസ്കാരികവുമായി കേരളത്തെ ഇല്ലാതാക്കി
കട്ടുമുടിച്ചു ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ നൈറ്റ് മാർച്ച് ഇതാ ഈ തെരുവോരത്ത് കോഴിക്കോടിന്റെ ഹൃദയ ഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ പിണറായി സർക്കാരിന്റെ ആ ദുഷിച്ച ഭരണത്തിനെ ഇല്ലാതാക്കാൻ ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിന് മുതലക്കുളത്തു നിന്നും കോഴിക്കോട് ബീച്ചിലേക്ക് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്തുകൊണ്ട് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിക്കുന്ന പിണറായി സർക്കാരിന്റെ ദുഷിച്ച ഭരണത്തിനെതിരെ നൈറ്റ് മാർച്ച് മുതലക്കുളത്തു നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിനായി തെരുവോരത്ത് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും തള്ളിവിടുന്ന ഈ ദുഷിച്ച ഭരണത്തിനെതിരെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിന് ഈ തെരുവോരത്ത് ഈ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോടിന്റെ സമരഭടന്മാർ, കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് മുതലക്കുളത്തു നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിന് മുതലക്കുളത്തു നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ രക്ഷിക്കാൻ, പിറന്ന നാടിനെ പെറ്റമ്മയോളം കാണുന്ന, പെറ്റമ്മയോളം സ്നേഹിക്കുന്ന ഈ നാടിനെ രക്ഷിക്കാൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ചിന് ഈ തെരുവോരത്ത് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയ സംഘങ്ങളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ,
പിറന്ന നാടിനെ പെറ്റമ്മയോളം സ്നേഹിക്കുന്ന, നമ്മൾ അണിനിരക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ഈ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ പിറകിലായി കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചു കുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഈ ദുഷിച്ച സാഹചര്യത്തിനെതിരെ തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ്വ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ മുതലക്കുളത്തു നിന്നും കോഴിക്കോട് ബീച്ചിലേക്ക് ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ തെരുവിലൂടെ കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന സാഹചര്യം സൃഷ്ടിച്ച ഈ മഹാവിപത്തിനെതിരെ തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ്വ മേഖലകളിലും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സമരഭടന്മാരണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയകളുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ പിറന്ന നാടിനെ പെറ്റമ്മയോളം സ്നേഹിക്കുന്ന ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ പിറന്ന നാടിനെ പെറ്റമ്മയോളം സ്നേഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സമരപരന്മാരാൽ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച പിണറായി സർക്കാരിന്റെ ഈ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ തെരുവോരത്ത് ഈ കോഴിക്കോടിന്റെ ഹൃദയ ഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്.
മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു മഹാവിപത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപനം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച പിണറായി സർക്കാരിന്റെ ദുഷിച്ച ഭരണത്തിനെതിരെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമകളായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും മയക്കുമരുന്നിന്റെ വ്യാപനം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ബിജെപിയുടെ സമരഭടന്മാരണിനിരക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ പിറന്ന നാടിനെ പെറ്റമ്മയോളം സ്നേഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തരായ ഭടന്മാരണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകത്തിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച പിണറായി സർക്കാരിന്റെ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലൂടെ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോടിന്റെ ബിജെപിയുടെ സമരഭടന്മാരണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ,
പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച പിണറായി സർക്കാരിന്റെ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് ഇതാ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നൈറ്റ് മാർച്ച് മുതലക്കുളത്തു നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ ഹൃദയ ഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJPയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയ ഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ഈ ദുഷിച്ച ഭരണത്തിനെതിരെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കോഴിക്കോടിന്റെ കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയ സർവ മേഖലകളിലേക്കും കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോടിന്റെ സമരഭടന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJPയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ സമരഭൂമിയിലൂടെ
കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ഈ ദുഷിച്ച ഭരണത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജിയും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുവരെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന്റെ അടിമയായി മാറുന്ന ഒരു മഹാസാഹചര്യം സൃഷ്ടിച്ച ഒരു മഹാവിപത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപനം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയ സംഘങ്ങളുടെ കൈപ്പിടിയിൽ അമരുമ്പോൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ BJPയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന്റെ അടിമയായി മാറുന്ന ഒരു മഹാസാഹചര്യത്തിൽ തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയ സർവ മേഖലകളിലേക്കും കേരളത്തിന്റെ മയക്കുമരുന്നിന് വ്യാപനം പടർന്ന് പന്തലിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് സിറ്റി ജില്ലയിലെ സമരഭടന്മാരണിനിരക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണിനിരക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് ഈ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിൽ വരുമ്പോൾ ഈ പിറന്ന നാടിനെ രക്ഷിക്കാൻ, ഈ നാടിനെ വീണ്ടെടുക്കാൻ, ഭരണവർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ഭാരതീയ ജനതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ലഹരി മാഫിയയുടെ കൈകോട്ട് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഫോണടിച്ച് വിട്ടോ, മുന്നിൽ കയറി. പിണറായി
പിണറായി സർക്കാരിന്റെ തലയിൽ നാടും നഗരവും വിദ്യാലയങ്ങളും വീടും തൊഴിലിടങ്ങളും ലഹരി മാഫിയ സംഘങ്ങളെ കൈപ്പിടിയിൽ വരുമ്പോൾ ഈ നാടിനെടുക്കാൻ തുറന്ന നാടിനെ രക്ഷിക്കാൻ ഭരണവർഗത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ലഹരി മാഫിയകളുമായി കൈകോർത്ത് ഈ നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ഈ ദുഷിച്ച ഭരണത്തിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവും നയിക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഈ നാടിനെ നശിപ്പിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ ഏതറ്റം വരെ പോയാലും നിലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റി ജില്ലയിലെ ഭടന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച മഹാവിപത്തിലൂടെയാണ് ഈ കേരളം കടന്നുപോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലും കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോടിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ച് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിലൂടെ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. പിണറായി സർക്കാരിന്റെ തണലിൽ നാടും നഗരവും വിദ്യാലയങ്ങളും തൊഴിലിടങ്ങളും ലഹരി മാഫിയയുടെ കൈപ്പിടിയിലമരുമ്പോൾ ഈ നാടിനെ രക്ഷിക്കാൻ പിറന്ന നാടിനെ പെറ്റമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ ഹൃദയഭൂമിയിലൂടെ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു വരികയാണ്. ലഹരി മാഫിയ സംഘങ്ങളുമായി കൈകോർത്ത് നാടിനെ കൊള്ളയിലേക്കും കൊലപാതകങ്ങളിലേക്കും ബലാത്സംഗത്തിലേക്കും നയിച്ച ഈ ദുഷിച്ച ഭരണത്തിനെതിരെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നൈറ്റ് മാർച്ച് ഈ തെരുവോരങ്ങളിലൂടെ ഈ കോഴിക്കോടിന്റെ ഹൃദയഭൂമിയിലൂടെ കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വൃദ്ധന്മാരും വരെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ഒരു മഹാസാഹചര്യം സൃഷ്ടിച്ച മഹാവിപത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. തെരുവോരത്തും കടലോരത്തും മലയോരത്തും നാടും നഗരവും അടങ്ങിയിട്ടുള്ള സർവ മേഖലകളിലേക്കും മയക്കുമരുന്നിന്റെ വ്യാപ്തി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സമരഭടന്മാർ അണിനിരക്കുന്ന നൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകലായി കടന്നു വരുന്നത്. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, വലിയൊരു സാമൂഹിക വിപത്തിനെതിരെയുള്ള സമരത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ഭരണകൂടത്തിന് പോലും നമ്മുടെ കോഴിക്കോടിനെ ലഹരി മാഫിയകൾ
പിടിമുറുക്കിയിരിക്കുന്നു. വലിയ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോഴിക്കോടിന്റെ മണ്ണിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഈ കോഴിക്കോട് കടപ്പുറത്തും കോഴിക്കോടിന്റെ ഹൃദയഭാഗങ്ങളിൽ വെച്ച് ഇവിടുത്തെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും കൂടി പിടിക്കപ്പെട്ട MDMA-യുടെ അളവ് എന്ന് പറയുന്നത് 2 കിലോഗ്രാമാണ്. 0.5 ഗ്രാം കൈവശം വെച്ചാൽ പോലും കുറ്റകൃത്യമാകുന്ന അതിവിവൃദ്ധായിട്ടുള്ള മാരകമായിട്ടുള്ള MDMA-യുടെ ഒരു കണക്ക് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പുറത്തു വന്നിട്ടുള്ളത്. 2 മാസം കൊണ്ട് 2 കിലോ MDMA പിടിച്ച മണ്ണിലാണ് ഭാരതീയ ജനതാ പാർട്ടി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 15 ദിവസം കൊണ്ട് 3891 ലഹരി പിടിച്ച കേസുകളാണ് കേരളത്തിന്റെ നിയമസഭയിൽ ഈ ഗവൺമെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസം കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് 398 എണ്ണം. ഈ സാഹചര്യത്തിലാണ് ഈ മാഫിയകൾ ആരുടെ തണലിൽ വളർന്നാലും ശരി, ആരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ശരി, അവരെ കൂച്ചുവിലങ്ങിടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു ദൗത്യവുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. കോഴിക്കോട്ടെ പോലീസ് അധികാരികളുടെ മുന്നിൽ നിങ്ങളെ കുടുംബത്തിന്റെ പേര് പുറത്തു പറയില്ല എന്ന് 100% ഉറപ്പു തരുമെങ്കിൽ നാളെ തന്നെ ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചും മാനാഞ്ചിറയിൽ വെച്ചും 9ാം ക്ലാസ് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്നതുവരെ ചില സാമൂഹിക ദ്രോഹികൾ മിഠായി ഗുളിക മുതൽ ലഹരി പദാർത്ഥം വരെ കൊടുത്ത് വശത്താക്കിയതിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥയും അവരുടെ പേരും ഫോൺ നമ്പറും അടക്കം കൊടുത്തെടുക്കാൻ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. കുടുംബം അഭ്യർത്ഥിക്കുന്നു, നിങ്ങളിത് പുറത്തു പറയരുത്. ആ കുട്ടി പറയുന്നു, എന്നെ ഒരാൾ രക്ഷിച്ചാലൊന്നും അവസാനിക്കുന്ന കണ്ണിയല്ല ഇത്, നിങ്ങൾക്ക് ഇവരെ തൊടാൻ സാധിക്കില്ല. അത്രയധികം കോഴിക്കോട്ടെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇവരുടെ വലയത്തിലുണ്ട്. ഒരിക്കൽ കൂടി കമ്മീഷണറോട് ആദരപൂർവ്വം പറയുന്നു, നിങ്ങളെ കുടുംബത്തെ വിളിച്ച് ദ്രോഹിക്കില്ല എങ്കിൽ ഈ കോഴിക്കോട്ടെ നമ്മുടെ സഹോദരിമാരെ മാനാഞ്ചിറയിൽ വെച്ചും കടപ്പുറത്ത് വെച്ചും ഹൈസ്കൂൾ മുതൽ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ള കുട്ടികളെ ഈ സമയം വരെ കഴിഞ്ഞ 1 മാസം മുന്നേ വരെ ലൈംഗികമായി ഉപയോഗിച്ച കേസ് ഉൾപ്പെടെ പുറത്തു പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാനിത് തുറന്നു പറയാൻ കാരണം ഇതൊരു സന്ധിയില്ലാത്ത പോരാട്ടമാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവരേത് ലോകത്താണ്, ആരുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 1.5 കൊല്ലം മുമ്പ് എലത്തൂരിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഈ ലഹരി മാഫിയകളുടെ കയ്യിലകപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അധികാരികളോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഇനി ബൾബിനെയും പിടിച്ചിങ്ങോട്ട് വരരുത്. ആ ട്രാൻസ്ഫോമർ അടിച്ച് പൊട്ടിക്കാനുള്ള ചങ്കൂറ്റം ഭരണാധികാരികൾക്കും കമ്മീഷണർക്കും ഉണ്ടാകണമെന്ന് 1.5 കൊല്ലം മുമ്പ് ഞങ്ങൾ പറഞ്ഞു. എലത്തൂരിൽ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 1 കൊല്ലം മുമ്പ് 9 വയസ്സുകാരി ലഹരി മാഫിയകളുടെ കാരിയറായിട്ട് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ച് രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി വിവിധ സ്ഥലങ്ങളിൽ ലഹരി പദാർത്ഥവുമായി കൊണ്ടുപോയതിന്റെ ചരിത്രവും ഈ കോഴിക്കോട് ജില്ലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. നമ്മൾ പിടിക്കപ്പെടുന്നതുവരെ, കുട്ടികളെ അല്ലെങ്കിൽ ഈ ലഹരി മാഫിയകളെ പിടിക്കപ്പെടുന്നതുവരെ ഈ നിൽക്കുന്ന നിങ്ങളിൽ ആരുടെയും വീട്ടിൽ ഈ വിപത്തെത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയ, ഞാൻ ഈ പറഞ്ഞ ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നും മാത്രം 2 മാസം കൊണ്ട് പിടിച്ചിട്ടുള്ള 2 കിലോ MDMA ഉണ്ടല്ലോ, ആ MDMA-യുമായി കൊണ്ടു നടന്ന കാരിയറായിട്ടുള്ള വെറും വൾപ്പുകളെ മാത്രമേ പിണറായി വിജയന്റെ പോലീസ് പിടിച്ചിട്ടുള്ളൂ. ട്രാൻസ്ഫോമർ അവിടെ കിടക്കുന്നു. 10 ബൾബ് എന്ന് പറയുന്ന കാരിയറുകളെ നിങ്ങൾ പിടിച്ചാലും അതേപോലത്തെ 100 കാരിയറുകളെ 100 ബൾബുകളെ പ്രകാശിപ്പിക്കാൻ പാകത്തിലുള്ള ട്രാൻസ്ഫോമർ ഈ സിറ്റിക്കകത്തും പുറത്തുമുണ്ട്. ആ ട്രാൻസ്ഫോമറിനെ തൊടാൻ പിണറായി വിജയൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഏതറ്റം വരെ പോയാലും ഈ വിപത്തിനെ, ഈ രാജ്യദ്രോഹികളെ, ഈ തമ്മാടിക്കൂട്ടത്തെ തുറങ്കിലടക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനാഞ്ചിറ നമ്മുടെ കുട്ടികളെ ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ ബാലപാഠത്തിലേക്ക് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന കേന്ദ്രത്തിൽ നിന്ന് ഈ കടപ്പുറത്ത് ഇപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ലഹരി മാഫിയയുടെ മുന്നിലേക്ക് തന്നെ മാറ്റി വന്നിട്ടുള്ളത്
പ്രിയപ്പെട്ടവരെ, ഈ മാർച്ചിന് മാത്രമല്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകണം. ഇത് നാടിനു വേണ്ടിയാണ്, ഇത് നമുക്ക് ഏവർക്കും വേണ്ടിയാണ്. ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി നമ്മുടെ നാട്ടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ഈ നൈറ്റ് മാർച്ചിന്റെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പിണറായി വിജയന്റെ തണലിൽ തഴച്ചു വളരുന്ന മാഫിയകളെ തുറങ്കിലടക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീമാൻ കെ സുരേന്ദ്രൻജി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ നൈറ്റ് മാർച്ചിന്റെ സമാപന പ്രസംഗത്തിന് വേണ്ടി ആദരണീയനായിട്ടുള്ള ബിജെപിയുടെ OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NP രാധാകൃഷ്ണൻജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ കൈത്തോളുന്ന ലഹരി മാഫിയയുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ആവിഷ്കരിച്ച ആദ്യത്തെ പരിപാടിയാണ് പാർട്ടിയുടെ സമാരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ആരാധ്യനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു നയിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ കടലോര മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1956 നവംബർ 1 നമ്മുടെ കേരളം പിറവിയെടുത്തത്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഭാഷകൾ സംസാരിക്കുന്ന ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ ഈ കേരളം പിറവിയെടുത്തപ്പോൾ ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രമുഖരായ ആളുകൾ പറഞ്ഞത്, ഇതാ ഭാരതത്തിന്, ഈ രാജ്യത്തിന് മാതൃകയാകാൻ പോകുന്ന ഒരു സംസ്ഥാനമായി കേരളം വളരും. കാരണം കേരളത്തിന്റെ സാഹചര്യം അതാണ്. സമ്പൂർണമായി സാക്ഷരതയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഉന്നതിയിലുള്ള ലോകപ്രശസ്തരായ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ നയിക്കുന്ന ജ്ഞാനപീഠം അവാർഡുകൾ നിരവധി കേരളത്തിലേക്ക് നേടിക്കൊണ്ടുവന്ന മഹത്തായ പാരമ്പര്യമുള്ള സാഹിത്യകാരന്മാർ പിറന്ന മണ്ണ്. ആധ്യാത്മിക രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം ലോകപ്രശസ്തരായ ആളുകൾ പിറന്ന മണ്ണ്. എല്ലാ രംഗത്തും ഇംഗ്ലീഷുകാരനെയും അറബികളെയും പോർച്ചുഗീസുകാരനെയും ഡച്ചുകാരനെയും ഒക്കെ ആകർഷിക്കപ്പെടാൻ വിഭവങ്ങളുണ്ടായിരുന്ന ഈ മണ്ണ്. എല്ലാവരുടെ മുമ്പിലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ വിവിധ ആചാരങ്ങളും മതവും എല്ലാം കൈകോർത്ത് നിൽക്കുന്ന ഐക്യ കേരളത്തെ ചൂണ്ടിക്കാണിച്ചിരുന്ന മണ്ണ്. ആ കേരളം ഇന്നെത്തി നിൽക്കുന്നതിന്റെ ഏറ്റവും മഹനീയമായ ശോചനീയമായ അവസ്ഥയാണ് ഇവിടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അവരുടെ വോയിസ് മെസ്സേജ് ഇട്ട് നമ്മൾ ഈ കേരളം മുഴുവൻ ഞെട്ടിച്ചരിച്ച് കണ്ടതാണ് ഓർമ്മിപ്പിക്കുക. നമ്മുടെ പെൺകുട്ടികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്നു എന്ന് ഒരു അധ്യാപിക ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞു. ഇന്ന് എന്താണ് നടക്കുന്നത്? ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിച്ച് കൊലപാതകത്തിലേക്ക് എടുക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവാവ് സ്വന്തം കുടുംബത്തിലെ കൂട്ടത്തോടെ കൊല ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന, കുടുംബത്തിൽ അമ്മയെയും മക്കളെയും പരസ്പരം വെട്ടിക്കൊല്ലുന്ന ഒരു ദുഷിച്ച യാഥാർത്ഥ്യത്തിലേക്ക് ഈ കേരളം പോകുന്നതിന് പിന്നിൽ ഈ ലഹരി മാഫിയയാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. എല്ലാവർക്കും നന്നായിട്ടറിയാം. പക്ഷേ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ? ലഹരിക്കെതിരെ വലിയ പ്രചരണങ്ങൾ നടത്തും, ലഹരിക്കെതിരെ വലിയ പ്രസംഗങ്ങൾ നടത്തും. പ്രായോഗിക തലത്തിൽ ഇവിടെ കേരളമായിട്ടുള്ള ഒരു പൊതിയും 2 പൊതിയും കഞ്ചാവ് വിൽക്കുന്ന, 2 3 നാട്ടിൽ പറ്റിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന സാധാരണക്കാരനെ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ ആരാണ് ഈ നഗരത്തിലേക്ക് എത്തിക്കുന്നത്, ഈ സംസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നത്? എവിടെ നിന്നാണ് ഇത് വരുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് കടൽ കടന്നു വരുന്നതാണ്. പക്ഷെ നമ്മളെ കേരളത്തിലെ ഒരു തുറമുഖത്തും ഇത് എത്തുന്നില്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ തുറമുഖത്തെത്തിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. ആ കേരളത്തിലേക്ക് വരുന്ന വഴികൾ കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ പോലീസ് അത്ര മോശമൊന്നുമല്ല. പലരെയും കയ്യോടെ പിടികൂടാൻ ത്രാണിയുള്ള പോലീസാണ്. നമുക്കറിയാം, നമ്മുടെ രാമനാട്ടുകരയിലെ സേലമ്പ്രയിലെ ബാങ്ക് കൊള്ള ഒറ്റ ദിവസം കൊണ്ട് പ്രതികളിലേക്ക് എത്തിയ കഴിവുള്ള പോലീസ് സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ ഈ കേരളം മുച്ചൂടും തകർക്കുന്ന ലഹരി മാഫിയ, മുച്ചൂടും തകർക്കുന്ന ലഹരി മാഫിയ തയച്ചു വളരുമ്പോ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട പോലീസിന്റെ സംവിധാനത്തിന്റെ കൈകെട്ടിയതാരാണ്? ആരാണ് ഇതിനെ സഹായിക്കുന്നത്?
ഇവിടെ നഗര സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരി മാഫിയ കൈകാര്യം ചെയ്യുന്നവർ ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, മതഭീകരവാദ സംഘടനകളുടെ സ്വാധീനമുണ്ട്. അത്തരം സ്വാധീനങ്ങൾക്ക് ഭയന്ന് മടിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങളെ കണ്ടു പ്രവർത്തിക്കാറുണ്ട്. അതോടൊപ്പം ഈ ലഹരിയുടെ മൂടാൽക്കെത്തുന്ന നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ ഈ പൊതുസമൂഹത്തിന്റെ ജാഗ്രതയ്ക്ക് വേണ്ടി കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരം ഒരു മാർഗം സംഘടിപ്പിച്ചത്. ഇത് ആദ്യത്തേതുമല്ല അവസാനത്തേതുമല്ല. ലഹരിക്കെതിരെ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നായി സമരം ചെയ്യുന്ന, അതിനെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേമാതരം. ഭാരത് മാതാ കേ. കോഴിക്കോടിൻ നഗരത്തിൽ കോഴിക്കോടിൻ വിരിമാറത്ത് അധികാരത്തിൻ തണലിൽ നിന്ന് മദ്യമയക്കുമരുന്ന് മാഫിയകളെ മദ്യമയക്കുമരുന്ന് മാഫിയകളെ നിലക്ക് നിർത്തും പോരാട്ടത്തിൽ ഒടിയണി ചേരുക നാട്ടാരെ. ജയ് ജയ് ഭാരത് മാതാ, ജയ് 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 BJP, ജയ് 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 നരേന്ദ്ര മോദി, ജയ് ജയ്